മറുക് ശാസ്ത്രം വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മറുക് അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിനെ, ആ വ്യക്തിയുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ സ്വാധീനിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്, മോളോളജി എന്നാണ് അതിനെ പറയുന്നത്. പക്ഷേ ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മറുക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. മെലനോസൈറ്റ് കോശങ്ങൾ ചർമ്മത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് മറുകുകൾ എന്ന് പറയുന്നത്. മറുക് ബ്ലാക്ക് മോൾ അല്ലേ, കറുത്ത മറുകുണ്ട്, പച്ച നിറത്തിലുള്ള മറുകുണ്ട്, ചുവപ്പ് നിറത്തിലുള്ള മറുകുണ്ട്. അപ്പോൾ ഇത് ഓരോ ഭാഗങ്ങളിലും ശരീരഭാഗത്ത് വരുമ്പോൾ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മോളോളജി എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എവിടെ എത്തിച്ചേരും എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. നമസ്തേ. രുദ്രധാര, മറുകശാസ്ത്രം. ചിലർക്ക് നെറ്റിയിലുണ്ടാവാം, മൂക്കിലുണ്ടാവാം, കവിളിലുണ്ടാവാം, ചുണ്ടുകളിലുണ്ടാവാം, കൺപോളകളിലുണ്ടാവാം, പുരികത്തിലുണ്ടാകാം, ചെവിയിലുണ്ടാകാം, നെഞ്ചിലുണ്ടാകാം, വയറ്റിലുണ്ടാകാം, ജനനേന്ദ്രിയ ഭാഗത്തുണ്ടാവാം, പൃഷ്ഠത്തിലുണ്ടാവാം, മുതുകിലുണ്ടാകാം, നടുവിലുണ്ടാകാം, കാലിലുണ്ടാവാം, കാൽവിരലിലുണ്ടാവാം, പാദത്തിലുണ്ടാവാം, പല ഭാഗങ്ങളിലുണ്ടാവാം, കൈവിരലുകളിൽ പോലും ഉണ്ടാവാം, കൈരേഖയിലുണ്ടാവാതെ നോക്കുക. ഉണ്ടാവരുത്, നോക്കുകയല്ല, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഫലമാണ് പറയുന്നത്. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ വിളിക്കുന്ന ഒരു ക്ലയൻറ്റ് എന്ന് വേണേൽ പറയാം. അദ്ദേഹം ആക്ച്വലി ഈസ് എ ബിസിനസ് മാൻ, ഹൈ പ്രൊഫൈൽ ലൈഫാണ്. അജ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പോർഷെ കാറിൻ്റെ ഡീലറാണ്. പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് പുള്ളി വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. കുറച്ച് അഡ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു, പിന്നെ അക്കൗണ്ടൊക്കെ കുറച്ച് ഫ്രീസായി, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല എനിക്ക്. അങ്ങനെ എന്നെ വിളിക്കുകയും പിന്നീട് ഒരു ദിവസം കൊല്ലത്ത് വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് മനസ്സിലായൊരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. കഴിഞ്ഞ 6 മാസമായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിച്ചപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല, മറ്റ് കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഒരു വിഷയമില്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺസ് പുള്ളിക്കാരെ യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്തൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെ എന്താണ്, എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് നേരിട്ട് കണ്ട് അവിചാരിതമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഈ ഭാഗത്തായിട്ട് മറുകല്ല, ഒരു ടാറ്റു ചെയ്തിരിക്കുന്നു. ആ ടാറ്റു വളരെ വ്യത്യസ്തമായിട്ടുള്ള ടാറ്റു ആണ്. 4 കിളികൾ പറക്കുന്നു. കുഞ്ഞു കിളി വലുതാവുന്നു, പിന്നെ 3-4 കിളികളാവുന്നു. ആ കിളിക്ക് മുകളിലായിട്ട് ഒരു സർപ്പം, ചുവന്ന കണ്ണുള്ള സർപ്പം കൂടി ഇങ്ങനെ ചുറ്റി നിൽക്കുന്നു. ആക്ച്വലി അദ്ദേഹം കുംഭം രാശി മേടലഗ്നം അങ്ങനെ കയറി വരുന്നത്. നമ്മൾ ഈ ടാറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മുടെ രാശിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ടാറ്റൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചിലർ ഇഷ്ട ദൈവത്തെ ചെയ്യാറുണ്ട്, അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. ഉപയോഗിക്കുന്ന കളർ വളരെ പ്രസക്തമാണ് അതിനകത്ത്. അപ്പോൾ അത് നോക്കിയും കണ്ടും വേണം ടാറ്റു ചെയ്യാൻ. സോ അദ്ദേഹം അത് റിമൂവ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്. എന്നാലും അത് പൂർണ്ണമായിട്ട് റിമൂവ്ഡ് അല്ല, അത് വേറൊരു രീതിയിലാക്കി വെച്ചിട്ട് ഇപ്പോൾ എന്തായാലും അതിനകത്ത് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റിയതിന് ശേഷം കുറേ വ്യത്യാസം പുള്ളിക്ക് വന്നു. ഡ്യൂസ് എല്ലാം ക്ലിയറായി എന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ടാറ്റുവിൻ്റെ കാര്യം കൂടെ ഓർമ്മിപ്പിച്ചതാണ്. ഇതൊക്കെ നോക്കിയിട്ടേ ചെയ്യാവൂ. ടാറ്റു ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനകത്തുള്ള നിറം തിരഞ്ഞെടുക്കുമ്പോൾ അതുപോലെ അത് എന്താണ് തിരഞ്ഞെടുക്കുന്നത് അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ മരണം വരെ അത് നിങ്ങളുടെ ശരീരത്തുണ്ടാവും. അപ്പോൾ അത് നോക്കി ചെയ്യുക. നമുക്ക് മറുകുകളിലേക്ക് പോകാം. മറുക് എങ്ങനെയാണ്, ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലർക്കത് അനുഭവ യോഗ്യമാണ്, അല്ലെങ്കിൽ അനുഭവിച്ചവരാണ് കൂടുതലും ഉള്ളത് കൂടെ ഞാൻ പറയുന്നു. ഒപ്പം ടാറ്റുവിൻ്റെ കാര്യം കൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എല്ലാ ഭാഗത്തും ഒന്നും കയറി ടാറ്റു ചെയ്യരുത്. ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ കേട്ടോ. ഈ ദൈവങ്ങളെയൊക്കെ അടിക്കുന്ന സമയത്ത് ദൈവങ്ങളുടെ സിമ്പലൊക്കെ നല്ലതാണ്, അല്ലാതെ ദൈവങ്ങളൊക്കെ അടിച്ചു വെക്കുമ്പോൾ നമ്മുടെ ജീവിതവും ആ രീതിയിൽ അത്തരത്തിൽ കൂടിയുള്ളതായിരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം കേട്ടോ. കൈകളിലൊക്കെ ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഇത്.
അപ്പോൾ മറുകുകൾ, ലക്ഷണശാസ്ത്രം, രേഖാശാസ്ത്രം, അതിൽ ഈ പറയുന്ന മറുക് അല്ലെങ്കിൽ ബിന്ദു അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൽ മാത്രമല്ല ചൈനീസ് ജ്യോതിശാസ്ത്രത്തിലും എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? മറുകുകളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചിലർക്ക് അരിമ്പാറ പോലെയൊക്കെ വരാറുണ്ട്. ഈ അരിമ്പാറ എന്ന് പറയുന്നത് അത്ര ബെറ്ററായിട്ടുള്ള സംഭവമല്ല. അതുകൊണ്ടാണ് പലരും അത് എടുത്ത് കളയുന്നത്. ചിലർക്ക് ഈ നെറ്റിയുടെ മധ്യത്തിലായിട്ട് തിലകം ചാർത്തുന്ന പോലെ, തിലകത്തിൻ്റെ ആവശ്യമില്ല, അതിന് പകരമായിട്ടൊരു മറുക് വരാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഭയങ്കര ഐശ്വര്യവതിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കറുത്ത മറുകാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവും, വിദ്യാസമ്പന്നയായിരിക്കും, ധനം വളരെ കുറവായിരിക്കും, അത് പറയപ്പെടുന്നുണ്ട്. ഐശ്വര്യമൊക്കെ ഉണ്ടാവും, ഐശ്വര്യവതിയായിരിക്കും, എല്ലാം പറയപ്പെടുന്നുണ്ട്. ഇടത് പുരികത്തിൻ്റെ മുകളിൽ എപ്പോഴും ഈ തേൻ നിറമുള്ള മറുകുണ്ടെങ്കിൽ അവർക്ക് അധികാരമുള്ള ഒരു ഉദ്യോഗം പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇടത് സൈഡിൽ ബ്ലാക്ക് ആണെങ്കിൽ വലിയ വിദ്യയൊന്നും കാണത്തില്ല, മീൻസ് വിദ്യാഭ്യാസം കാണത്തില്ല, പക്ഷെ ധനികയായിരിക്കും എന്ന് പറയും. എങ്ങനെ ധനം ഉണ്ടാവും? വലത് പുരികത്തിൻ്റെ മുകളിൽ ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് മോളാണ്, കറുത്ത മറുകാണ്, ദാരിദ്ര്യം അച്ചിട്ടതാണ്, ഒരു സംശയമില്ല, നല്ല രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കും എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. തേൻ നിറത്തിലാണ് വരുന്നത് എങ്കിൽ, വലത് പുരികത്തിൻ്റെ മുകളിൽ തേൻ നിറത്തിലാണ് വരുന്നതെങ്കിൽ സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത്, കാമുകിയായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അവർക്ക് പ്രണയവിവാഹം തന്നെയാണ് പറയപ്പെടുന്നത്, അല്ലെ അതിനുശേഷമെങ്കിലും ഒരു പ്രണയം ഉണ്ടാവാം. ഇനി ഇത് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇനി സംശയദൃഷ്ടിയോടൊന്നും നോക്കരുത് കേട്ടോ. ഓരോരുത്തരുടെ സ്വഭാവ സവിശേഷത, സാഹചര്യം, ജീവിത സാഹചര്യം എന്നൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കൺപോളയിലെ മറുകുള്ള സ്ത്രീകൾക്ക് അപസ്മാരം എന്ന് പറയുന്ന രോഗം ഉണ്ടാവും. അതുപോലെ തന്നെ നെറ്റിയുടെ ഇടത് അരികിൽ തേൻ നിറത്തിലുള്ള, ചുവപ്പാണ് ഉദ്ദേശിക്കുന്നത്, ആണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവും, ധനമുണ്ടാകും, ആവശ്യത്തിലധികം ധനമുണ്ടാകും എന്നൊക്കെ കൂടി പറയപ്പെടുന്നുണ്ട്. ഇത് വലത് ഭാഗത്തായിരുന്നാൽ, തേൻ നിറമായിരുന്നാൽ കുറച്ച് പ്രശ്നമാണ്. ഇനി അങ്ങനെയുള്ളവർ ഇത് കണ്ടിട്ട് പലതും പറയാം, അത് ഇച്ചിരി പ്രശ്നമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതായിരിക്കും ഉത്തമം. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ ശാപം പിടിച്ചു പറ്റുന്നത്? ഇയാൾ വന്നിരുന്ന് പറഞ്ഞ് വീട്ടിൽ സംശയരോഗം ഉണ്ടാവാനായിട്ട് എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. ചെവിയുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ, ഇടത് ചെവിയിലാണ് വരുന്നതെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന സ്ത്രീ ആയിരിക്കും. അത് തേൻ നിറത്തിലുള്ളതാണെങ്കിൽ, ചുവപ്പ് നിറത്തിലുള്ളതാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന സ്ത്രീയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം നെറ്റിയിൽ ആണ് തേൻ നിറത്തിലുള്ള മറുക് പുരുഷനുള്ളതെങ്കിൽ അവൻ മന്ത്രിയാകും എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യം കൂടിയാണ്. അടുത്തത് വരുന്നത് ചെവി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കഴുത്തിലുള്ളതാണ്. കഴുത്തിൻ്റെ പിൻഭാഗത്ത് ആണുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, സാമൂഹ്യ വിരുദ്ധനായിരിക്കും. സാമൂഹ്യ വിരുദ്ധത അവൻ്റെ രക്തത്തിലുള്ളതാണ് എന്നുകൂടി പറയുന്നു. സ്ത്രീയാണ് വരുന്നതെങ്കിൽ അവൾ പൊതുവെ പല കാര്യത്തിലും ബാക്ക്വേർഡ് ആയിരിക്കും, കൂടുതൽ സംസാരിക്കത്തൊന്നുമില്ല, എപ്പോഴും ഒരു സൗമ്യഭാവമൊക്കെ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. മൂക്കിൻ്റെ വശങ്ങളിൽ അഗ്രഭാഗത്തുള്ള സ്ത്രീകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് തേൻ നിറത്തിലുള്ളതോ കറുത്തതോ ആയിട്ടുള്ള മറുകാണ് എന്നുണ്ടെങ്കിൽ വീരശൂര പരാക്രമിയായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യവും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ വീരശൂര പരാക്രമിയായിരിക്കും. ഒരു പരിപാടിയും നടക്കത്തില്ല, എന്തും നേടിയെടുക്കും. പക്ഷെ അവിടെ അരിമ്പാറ പോലെ കാണപ്പെടുന്നതാണെങ്കിൽ അവൾ അധികാരപ്രിയയായിരിക്കും എന്ന് കൂടി പറയുന്നു. അധികാര സ്ഥാനത്ത് എത്തുകയും ചെയ്യും. മേൽചുണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ കർക്കശ ഹൃദയമുള്ളതായിരിക്കും. അധരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ചുണ്ടിനെയാണ് അധരം എന്ന് പറയുന്നത്. ധനമഹിമ, സന്താന സൗഭാഗ്യം, അതിനെയാണ് കുറിക്കുന്നത്. പണ്ടൊരു ചൊല്ലുണ്ട്, അധരങ്ങളിൽ മറുകുള്ളവളെ പ്രണയിച്ചാൽ മറവിതൻ കൈലേസ് മടിയിൽ കരുതുക എന്ന് പറയുന്ന ഒരു കവിവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല.
കാരണം അത് എൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിശ്വസിക്കരുത്, പ്രേമിച്ചാൽ വഞ്ചിക്കും. കേട്ടാ? ചുണ്ടിലുള്ളതിനെ പിന്നാലെ പോവാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് ഇതിനാൽ പറയുന്നു. എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പറയുന്നതിലൊരു 80% മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി 20% സാഹചര്യം അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസസ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മാറിടം, ചില സ്ത്രീകൾക്ക് മാറിടത്തിൽ ഈ പറയുന്ന മാർഗം ഉണ്ടാവും അല്ലേ? അത് തേൻ നിറത്തിലുള്ളതാണെങ്കിൽ അവൾ ധനികയാണ് എന്നും, കറുപ്പ് നിറമാണെങ്കിൽ ദാരിദ്ര്യവും സന്താന ദുരിതവും പറയപ്പെടുന്നു. വലത് മാറിലാണെങ്കിൽ, മാറെന്നൊക്കെ പറഞ്ഞാൽ എന്തോന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വലത് മുലയിൽ എന്ന് തന്നെ പറയാം. അവിടെ കറുത്ത മറുകാണെങ്കിൽ വളരെ മര്യാദയുള്ള സ്ത്രീയാവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വളരെ മര്യാദയുള്ള സ്ത്രീയായിട്ടും, വയറ്റിലോ പൊക്കിളിലോ ആണ് മറുകെങ്കിൽ, ഇതൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പോയി നോക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും നിറത്തിൽ ബിന്ദുവോ അതെങ്കിലും ഉള്ളതാണെങ്കിൽ അവൾക്ക് ഒരു കുഞ്ഞല്ല അധികം പ്രസവിക്കും, ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തോള് കൈപ്പടം ആ ഭാഗത്തുള്ള മറുകാണ് സ്ത്രീക്ക് വരുന്നതെങ്കിൽ അശുഭ ലക്ഷണമായിട്ടും കണക്കാക്കുന്നുണ്ട്. എന്നും ദുരിതവും ദുഃഖവുമായിരിക്കും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്ത്രീകളുടെ ഒരു പ്രാധാന്യം പറയപ്പെടുന്നത്. കൈപ്പത്തിയുടെ നടുവിൽ വരുന്നത് അധികാര സ്ഥാനമുള്ളവൾക്കാണ് കൈപ്പത്തിയുടെ നടുവിലൊക്കെ വരുന്നത്. അടുത്തത് യോനിയുടെ പുറത്ത്, യോനിയുടെ മേൽപ്പുറത്ത് ഇടത് ഭാഗത്ത് ഉള്ള കറുത്ത മറുകുള്ളവൾ ഗണികയായിരിക്കും എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദരിദ്രയുമായിരിക്കും എന്നും ഇതിനാൽ പറയപ്പെടുന്നുണ്ട്. പാദത്തിൽ വരുന്ന മറുകുകൾ എപ്പോഴും നമ്മുടെ സഞ്ചാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ധനികരായിരിക്കും, അധ്വാനശീലരായിരിക്കും എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. പുരുഷനെ സംബന്ധിച്ച് ഇടത് നെഞ്ചിലാണ് ഇത് വരുന്നതെങ്കിൽ ദാരിദ്ര്യം അച്ചിട്ടതാണ്. വലത് നെഞ്ചിലാണെങ്കിൽ ധനികനായിരിക്കും. മധ്യഭാഗത്താണെങ്കിലും ദാരിദ്ര്യം തന്നെ പറയപ്പെടുന്നു. ശേഷം കവിൾത്തടത്തിലുള്ളവൻ വീരശൂര പരാക്രമി ആയിരിക്കില്ല എന്നും, കൈകളിലുള്ളവൻ ആരെയും സംസാരത്തിലൂടെ വശത്താക്കും. ലിംഗഭാഗത്താണ് അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിലാണ് മറുകുള്ളതെങ്കിൽ സൂക്ഷിക്കുക. സത്യം, സൂക്ഷിക്കുക. പരസ്ത്രീ ബന്ധം അച്ചിട്ടതാണ്. 1 അല്ല, 9 അല്ല, 9000 എന്നും മറുകുശാസ്ത്രത്തിൽ പറയപ്പെടുന്നു. പൃഷ്ഠത്തിൽ മറുക് വരിക എന്ന് പറയുന്നത് അത്ര ശുഭകരമായിട്ടും കണക്കാക്കുന്നില്ല. മുതുകിൽ മറുകുള്ളവൻ അധ്വാനശീലത്വം, അതുപോലെ തന്നെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള അച്ചടക്ക ബോധവും ഇല്ലാത്തവനായിരിക്കും. ലഹരിക്കടിമപ്പെടുന്നവനും കൂടി ആയിരിക്കും. അത് പറയുമ്പോഴാണ് കഴുത്തിൽ ഈ ഭാഗങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞു അരിമ്പാറകൾ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർക്ക് അത് പടരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലഹരിയോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം, എന്തെങ്കിലും ഒരു ലഹരി അവർക്ക് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട്. അരിമ്പാറകൾ അടുപ്പിച്ചടുപ്പിച്ച് അരിമ്പാറകൾ വരിക എന്ന് പറഞ്ഞു. കൺപോളയിൽ വരുന്ന അരിമ്പാറ നല്ലതാണ് കേട്ടോ. അത് ധനാഗമനത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അരിമ്പാറയാണ് പറഞ്ഞത്, ബ്ലാക്ക് മോൾ അല്ല. അപ്പോൾ ഓരോ ഭാഗത്തും കാൽപാദങ്ങളിൽ വരുന്നത് നല്ലതാണ്. വലത് തുടയിൽ വന്നാലും ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്. ഇടത് തുടയിൽ വന്നാൽ ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് വടക്കൻ നാട്ടിൽ ഇങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ശരീരം കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ എവിടെയാണ് ഈ ഒരു മറുകുള്ളത് അത് വെച്ച് കുഞ്ഞിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മോളോളജി എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഓരോ ദീർഘമിനെ വ്യത്യസ്തമായിട്ടാണ് അവരുടെ ഗ്രഹസ്ഥിതി, മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ മറ്റൊന്നും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കുകയാണ്. ചില അച്ഛനമ്മമാർക്ക് ഇപ്പോൾ ഉള്ള ഒരു ചെറിയ പരിപാടിയുണ്ട്. വൈഫ് ഗർഭിണി ആയിട്ടിരിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഡെലിവറി ടൈം എടുക്കുമ്പോൾ
9 മാസം 9 ദിവസം അങ്ങനെയല്ല അതിൻ്റെ ആ ഒരു കണക്ക് എടുക്കുമ്പോൾ ചില അധിക പ്രസംഗികളും അധിക ബുദ്ധിമാന്മാരും അധികം വിവരമുള്ളതുമായി നടിക്കുന്ന ഭർത്താക്കന്മാർ ചെയ്യുന്ന ചില വലിയ മണ്ടത്തരങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നു. ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി സമയം കുറിച്ചിട്ട് ഈ സമയത്താണ് കൊച്ചു പിറക്കുന്നതെങ്കിൽ ഐശ്വര്യദായകമാണ് എന്ന് കരുതി ഡെലിവറി ഡേറ്റ് എടുത്ത് അന്ന് കീറുന്ന പരിപാടി, സിസേറിയൻ ചെയ്യുന്നൊരു പരിപാടി ഇന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മുടെ അല്ലല്ലോ കുട്ടി. അങ്ങനെ പുറത്തു കൊണ്ടുവരും. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനിക്കുമ്പോൾ ഉള്ള സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ന സമയത്തേ ജനിക്കത്തുള്ളൂ. അതിപ്പോൾ എന്തോ സിസേറിയൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, വേദന വരുന്നു, സഹിക്കാൻ പറ്റുന്നില്ല, ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? സിസേറിയൻ ആക്കി. മറ്റേത് വേദനയൊക്കെ സഹിച്ച് വെളിയിലോട്ട് വരുന്നു. എന്താണെങ്കിലും ആ കൊച്ച് വരേണ്ട ഒരു സമയമുണ്ട്. അത് നേരത്തെ ഓൾറെഡി കൽപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് ജനിച്ചു തുടങ്ങുമ്പോൾ, അതായത് എപ്പോഴാണോ ബീജം നിക്ഷേപിക്കപ്പെട്ടത്, അതിനെപ്പോഴാണോ ജീവൻ്റെ തുടിപ്പുണ്ടായത്, ആ ടൈം മുതൽ ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കും. അല്ലാതെ വെളി വരുമ്പോഴല്ല. ജ്യോതിഷത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ എപ്പോഴാണ് ജനിച്ച സമയം നോക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, എന്നെ വിളിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം സമയമില്ല എന്നുണ്ടെങ്കിൽ ജനിച്ച സമയം അറിയില്ല, പക്ഷെ നമ്മൾ നോക്കിയെടുത്ത് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ജനിച്ച സമയത്തിനല്ല പ്രാധാന്യം എന്നുകൂടി മനസ്സിലായി കാണുമല്ലോ. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൃത്യതയാണ്, അയാളുടെ കാര്യങ്ങൾ കൃത്യതയാണ്. അല്ലെങ്കിൽ കുറച്ച് പണിപ്പാടാണെന്നേ ഉള്ളൂ, കുറച്ച് ജോലി കുറച്ചധികം. അപ്പോൾ അമ്മയുടെ വയറ്റിൽ കൊച്ചുണ്ടായ സമയം എപ്പോഴാണോ, ആ ടൈം മുതൽ ഗ്രഹങ്ങളുടെ സ്വാധീനം അവിടെ തുടങ്ങും. ചില ഗ്രഹങ്ങൾ അമിതമായി സ്വാധീനിക്കുമ്പോൾ ചില ഗ്രഹങ്ങൾ വളരെ ചെറുതായിട്ട് സ്വാധീനിക്കുന്നു. 4ാമത്തെ മാസം മുതൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമെന്നാണ് പറയണത്, അല്ലേ? അറിയാമല്ലോ അതിനെപ്പറ്റി. അതുകൊണ്ടാണ് അമ്മ നല്ല കാര്യങ്ങൾ അന്നേരം കേൾക്കണമെന്ന് പറയുന്നത്. അത് കേൾക്കുക മാത്രമല്ല, നല്ല കൊച്ചുണ്ടാവാൻ മാത്രം കുറേ വഴിപാടും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അമ്മ നല്ല കാര്യങ്ങൾ കേൾക്കണം, അമ്മ ക്ഷേത്രത്തിൽ പോകണം, നല്ല കാര്യങ്ങൾ വായിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വ്യായാമം ചെയ്യണം. എല്ലാം പറയുമ്പോൾ പുരുഷന് ഒറ്റ ജോലിയേ ഉള്ളൂ, ഉണ്ടാക്കുക, സൃഷ്ടിക്കുക, അല്ലേ? കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞോ? ഇല്ല, ഇങ്ങനെ അല്ല. ശരിക്കും പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞാൽ അവിടെ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊച്ചിന് തുടങ്ങുക ചെയ്യുന്നത്. ഈ സമയത്ത് എടുക്കുക, ആര് വ്രതമെടുക്കുക? ഭർത്താവ് വ്രതമെടുക്കുക. ഈ ആ വ്രതത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഗർഭദീക്ഷ എന്നാണ് വിളിക്കുന്നത്. ഗർഭദീക്ഷ സ്വീകരിക്കണം. അന്ന് മുതൽ മുടിയും താടിയും വടിക്കാൻ പാടില്ല. ഇന്നത്തെ ആളുകൾക്ക് പറ്റൂല്ല. 9 മാസം വ്രതമായിരിക്കണം, കൊച്ച് ജനിക്കുന്നവരെ. എപ്പോൾ കൊച്ച് വയറ്റിലുണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് മുതൽ ഭർത്താവ് വ്രതം നിന്നേ പറ്റൂ. ചെയ്യുമോ? എന്തിനാ? ഉണ്ടാവുന്ന കൊച്ച് അങ്ങനെയുള്ള കൊച്ചായിരിക്കും. പിടികിട്ടിയ ഇത് ചെയ്യുന്നവരുണ്ട്. ഇവിടെ അല്ല, കേരളത്തിൽ ദൈവം സഹായിച്ചതില്ലാത്തതുകൊണ്ട് കേരളത്തിന് പുറത്തുണ്ട് ചില നാടുകളിൽ, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത്. എല്ലാവരും ഒന്നുമില്ല കേട്ടോ. കൊങ്ങിണി സമുദായത്തിനിടയിൽ ഇതുണ്ട്, ഈ ഒരു സമ്പ്രദായമുണ്ട്. നല്ല കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അത് എല്ലാ കുടുംബത്തിലും ഉള്ളതെന്ന് ഞാൻ പറയുന്നില്ല. പിന്നീട് അവർ ലഹരിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല. സൽസന്താന ലബ്ധിയാണ്, വഴിപടച്ചു പോകത്തില്ല. അങ്ങനെ വേണമെന്നുള്ളവർ ചെയ്താൽ മതി, അല്ലാതൊന്നും വേണ്ട. അപ്പോൾ ആ സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ ഉണ്ട്. ഇന്ന് നമ്മളുടെ എത്ര ഭർത്താക്കന്മാരെടുത്ത് പറഞ്ഞാൽ ചെയ്യും? അടങ്ങുക. അവരുടെ ജോലി അന്ന് കഴിഞ്ഞു. ഈ സമയത്ത് ഈ 9 മാസത്തേക്ക് വൈഫിനെ കിട്ടാതിരുന്ന പുറത്ത് പോകുന്ന ടീമുകളുണ്ട്, അല്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ കൊച്ചിൻ്റെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ സമയത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി വാചാലനാകുന്നില്ല. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്, നല്ല കുഞ്ഞ് ജനിക്കാൻ. അപ്പോൾ ഈ പറയുന്ന മറുകുകളും കാര്യങ്ങളൊന്നും കാണുന്നത്, ഈ മറുകളില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട. നല്ല കാര്യം ഇതൊന്നും ഇല്ലാത്തത്. ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടിയാണ് ഈ മറുകിനെ ബാധിക്കുന്നത് കേട്ടോ. പണ്ട് പറയും കാണാമറയത്ത് മൊത്തത്തിൽ പഴിക്കുകയാണല്ലോ. കാണാമറയത്ത് മറുകുണ്ടെങ്കിൽ ഭാഗ്യമാണ് എന്ന് പറയും. ഭാഗ്യമൊന്നുമല്ല. ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഞാനില്ല പറഞ്ഞ ജനനേന്ദ്രിയമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്ത്രീകൾക്കാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, പുരുഷന്മാർക്കാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഭാഗ്യമാണ്. ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നടക്കും, ഇതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. മാത്രമല്ല അവിടെ മറുക ഉണ്ടെന്നുണ്ടെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അതിലൂടെ പണവും സമ്പാദിക്കും. പിടികിട്ടിയോ? ഞാൻ ഉദ്ദേശിച്ച പൊരുൾ എന്താണെന്ന് പിടികിട്ടിയോ? അത് പലരും കാണുന്നതാണ്, കുട്ടികളൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ എലാബറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിർത്തണം.
ഒരാൾ പറഞ്ഞു ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ മറുകിൻ്റെ ഇത് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ മറുകിൻ്റെ കാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു ബിസിനസ്മാൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഈ ടാറ്റുവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു കാര്യം പറയാം. ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മറുകുണ്ടെങ്കിൽ അടിക്കില്ല ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിൻ്റെ ഫലം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനിയുണ്ട് പറയാൻ, പലതും ഉണ്ട്. കഴുത്തിൽ വന്നാൽ, കക്ഷഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, കൈയുടെ മടക്കിൽ വന്നാൽ, മുട്ടിൻ്റെ മേലിൽ വന്നാൽ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്ത് ആവും. ഇത്രയാണ് പ്രധാനപ്പെട്ടത് ഭാഗങ്ങൾ. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പറഞ്ഞ് പുരുഷന്മാർ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും മറുകുണ്ട്, ഇനി അങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഗ്രഹങ്ങളുടെ സ്വാധീനം മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവനാണെങ്കിൽ ഈ പറഞ്ഞ സംഭവം ചർമ്മത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്നതാണ്. പച്ചയുണ്ടാവാറുണ്ട്, ചുവപ്പുണ്ടാവാറുണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടാറ്റു അടിക്കുമ്പോഴും ശ്രദ്ധിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറുക് ശാസ്ത്രം, മൊളോളജി, ഇനി ഇതിൻ്റെ ബാക്കി കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്യാം. അപ്പോൾ